ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ ഫോറസ്റ്റുകാര് കാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. രാഹുലിന്റെ ബോഡി എല്ലും കഷ്ണം മാത്രമേ കുറച്ചുള്ളൂ കേട്ടോ. അതൊരു പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ട്. ഫോറസ്റ്റുകാരെല്ലാം അതിന് കൂടെ നിൽക്കുകയാണ്. ആ സമയത്ത് അവിടെ കമലും അതുപോലെ തന്നെ വേലും കൂടി വരുന്നുണ്ട്. ഒന്നും അറിയാത്ത പോലെ വേലു ചോദിക്കണ്ട, അയ്യോ എന്താ സാറേ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ ആ ഫോറസ്റ്റുകാർ പറയണ്ട്, എന്തു പറ്റാൻ, കാട് കാണാനെന്ന് പറഞ്ഞിട്ട് കുറച്ചുപേര് കാട്ടിലേക്ക് വരാറുണ്ടല്ലോ, ദേ വീണ്ടും ഒരുത്തൻ മരിച്ചിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൂന്നാമത്തെ ഒരുത്തനാ ഈ മരിക്കുന്നത് എന്ന് പറയാണ്. കഷ്ടമായി പോയല്ലോ സാറേ, ഇത് ഇയാളെ തിരിച്ചറിയാൻ എങ്ങനെ പറ്റുമോ? അല്ല, ഡെഡ് ബോഡി തിരിച്ചറിഞ്ഞ് വീട്ടിൽ കൊടുക്കാനായിട്ട് ഡെഡ് ബോഡി തിരിച്ചറിയാനൊന്നും ഇല്ലടാ, എല്ലും കഷ്ണം മാത്രമേ കുറച്ചുള്ളൂ. അയ്യോ അപ്പൊ എന്ത് ചെയ്യും? എടാ, ഇയാളുടെ ഒരു പേഴ്സ് കിടക്കുന്ന കണ്ട് അതിലെന്തെങ്കിലും നമ്പറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കട്ടെ, എന്നിട്ട് വീട്ടുകാരെ വിവരം അറിയിക്കാം. ശരി അമലു, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അമലിനും കൂട്ടിക്കൊണ്ട് വേലു അങ്ങോട്ടേക്ക് പോവാണ്. വേലു അമലിനോട് പോണ വഴിക്ക് പറയണ്ട്, എന്തായാലും ഇത് കിരൺ സാറിനോട് പറയണം. അത് ഫോൺ വിളിച്ച് പറയാൻ പാടില്ല ഇപ്പൊ തന്നെ, വേണ്ട നേരിട്ട് പോയി പറയാം, അവർക്ക് സന്തോഷമാവട്ടെ, പിന്നെ നിനക്ക് കല്യാണ ചേച്ചിനെ കാണാലോ എന്ന് പറഞ്ഞിട്ട് വേലു അമലും കൂടി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് കാദംബരിനെയാണ്. കാദംബരി കിരണിനോട് ചോദിക്കണ്ടേ, അല്ല കിരൺ സാറേ, ബോഡി ഇനി ഇപ്പോ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവരുമോ? എന്തിനാ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അല്ല, പറയാൻ പറ്റില്ല, അവിടേക്കല്ലേ കൊണ്ടുവരുള്ളൂ. അയാളുടെ പേഴ്സിലെ നമ്പറോ അഡ്രസ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രൂപമെടുത്തത് വീട്ടിലേക്കല്ലേ ഡെഡ് ബോഡി കൊണ്ടുവരുള്ളൂ. ഇല്ല, അവിടെ കൊണ്ടുവന്നാലും അടക്കാൻ സമ്മതിക്കില്ല കാദംബരി, എന്തിനാ അവിടെ വന്നിട്ട് അടക്കണത് എന്ന് പറയാണ്. അതേതായാലും നന്നായി സാറേ, അവൾ അടയ്ക്കാതിരിക്കണേ നല്ലത്. എങ്ങനെ ജീവിക്കേണ്ട ആളായിരുന്നു, അത്യാഗ്രഹം കണ്ട് ഇങ്ങനെയൊക്കെ ആയില്ലേ. ചില മനുഷ്യർ അങ്ങനെയാണ്, കിട്ടുന്നതും പിന്നെ വേണം ഒരു അത്യാഗ്രഹമാണ്, അതുകൊണ്ട് ഇങ്ങനെയായത്. അയാൾ മര്യാദക്കാണെങ്കിൽ, എന്റെ അച്ഛനും അമ്മനെ മര്യാദക്ക് ജീവിക്കാൻ സമ്മതിച്ചെങ്കിൽ ആ കമ്പനി സരിയുടെ പേരിലായനെ. അവർ ഏത് നിലയിൽ എത്തേണ്ടായെന്ന്, ഞങ്ങളെക്കാളൊക്കെ വലിയ നിലയിൽ എത്തേണ്ടതായിരുന്നു അവര് എന്നൊക്കെ പറയാട്ടോ. ആ സമയത്ത് അവിടെയൊക്കെ വെയിലും അതുപോലെ തന്നെ അമലും കൂടി വരുന്നത്. അതെ, വേലും അമലും വന്നല്ലോ എന്ന് കാദംബരി പറയണ്ട്. വേലു എന്നിട്ട് ചോദിക്കണ്ട്, കല്യാണി ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? അപകടത്തിലൊക്കെ തരണം ചെയ്തു. അമല് വന്നോ? അമലുക്ക് കല്യാണിനെ കാണണ്ടേ? വേണ്ട സാറേ എന്ന് പറഞ്ഞിട്ട് കരയാണ്. വേണ്ടെന്നോ? വേലു പറയണ്ട്, സാറേ ഇവൾക്ക് ഭയങ്കര വിഷമമാണ്, വരുന്നില്ല, ആ കല്യാണിച്ചിനെ കാണാൻ വയ്യെന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാ കൊണ്ടുവന്നത്, നേർച്ചയും വഴിപാടും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കായിരുന്നു. അമലു, കല്യാണി ബോധം വരുമ്പോ നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്, അവൾക്ക് എല്ലാവരും കാണണമെന്നൊക്കെ ഉണ്ട്. അമലൊന്ന് പോയി കാണ്. സിസ്റ്ററെ, കല്യാണിനൊന്ന് കാണണമായിരുന്നു. അയ്യോ സാറേ, അത് റിസ്ക് ആണ്, ഇൻഫെക്ഷൻ ആയാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടോട്ടെ. എന്നാ ശരി എന്ന് പറയണം. അങ്ങനെ അമലുവിനെ പിടിച്ചോണ്ട് നേഴ്സ് അകത്തേക്ക് പോകുന്നുണ്ട്. കിരൺ ചോദിക്കട്ടെ, അവിടുത്തെ കാര്യങ്ങൾ എന്തായി വേലു? അവനെ കൊത്തി അരിഞ്ഞുക സാറേ, മൃഗങ്ങള് ഒന്നുമില്ല, ബാക്കി ഇച്ചിരി എല്ലും കഷ്ണം മാത്രം. ഫോറസ്റ്റുകാര് ബോഡി ഐഡന്റിഫൈ ചെയ്തിട്ടൊന്നുമില്ല, ഐഡന്റിഫൈ ചെയ്തിട്ട് ഒന്നുമില്ല. പിന്നെ പേഴ്സ് എന്തോ കിടക്കുന്നുണ്ടല്ലോ, അതിന് നമ്പർ എടുത്ത് വിളിക്കുമെന്നൊക്കെയാ പറയണത്. എന്തായാലും നന്നായി എന്ന് കിരണും പറയുന്നുണ്ട്. ആ സമയത്ത് അമലു ആണെങ്കിൽ അകത്ത് പോകുമ്പോഴും കല്യാണിനെ നോക്കിയിട്ട് പൊട്ടിക്കരയാട്ടോ. കല്യാണി കരച്ചിൽ കേട്ട് പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. അമലു, നീ ആയിരുന്നോ? നീ എന്തിനാ കരയണത്? എന്നാലും കല്യാണിച്ചിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല അമലു, അപകടനിലയൊക്കെ തരണം ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞത്. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ വാർഡിലേക്കോ റൂമിലേക്കോ കാര്യം മാറ്റുമായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നീ ഇങ്ങനെ വിഷമിക്കല്ലേ, നീ വീട്ടിൽ വേണം കേട്ടോ, ഞാൻ വരുമ്പോ എനിക്ക് സംസാരിക്കാനൊക്കെയാണ്. ശരി ചേച്ചി, ഞാൻ കുറച്ചു ദിവസം പോകുന്നില്ല, ഇവിടെ നിക്കാം എന്ന് പറയുന്നുണ്ട്. ശരി അമലു, നീ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറയാണ് കല്യാണി. അതിനുശേഷം പിന്നീട് കാണിക്കണം നമ്മുടെ സരയുനെയാണ് കേട്ടോ. സരയു കമ്പനിയിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഹരിയേട്ടൻ വരുന്നുണ്ട്. സരയു, നിന്നോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. വീട്ടിലേക്കോ? അയ്യോ എന്തു പറ്റി? എന്റെ കൺമണിക്ക് മോൾക്ക് എന്തെങ്കിലും അസുഖം എന്തെങ്കിലും? അതൊന്നും എനിക്ക് അറിയില്ല. ഈശ്വര, കൺമണി മോൾക്ക് എന്തെങ്കിലും പറ്റി കാണുമായിരിക്കോ? അങ്ങനെയൊന്നും ആയിരിക്കില്ല. കൺമണി മോൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ രൂപമേഡം, ചന്ദ്രസേനൻ സാറും നിന്റെ അമ്മയും അതൊക്കെ ഇല്ലേ? പിന്നെന്തായിരിക്കും സാർ കാര്യം? എനിക്കറിയില്ല സരിയോ, നിന്നടുത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ശരി, എന്തിനാ ഫോണൊന്ന് വിളിച്ചോട്ടെ? ഫോണൊന്ന് വിളിക്കാൻ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയിട്ട് ഒരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, വണ്ടി താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പോയിട്ട് വാ എന്ന് പറയാണ്. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് സരി വേഗം നേരെ താഴത്തേക്ക് പോയിട്ട് വണ്ടിയിലേക്ക് കയറാണ് വീട്ടിലേക്ക് വരാനായിട്ട്. പിന്നീട് കാണിക്കണം നമ്മുടെ ചന്ദ്രസേനനെയും രൂപേനെയും ഷാരിനെയാണ് കേട്ടോ. ഷാരിയുടെ അടുത്ത് ചന്ദ്രസേനും രൂപയും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഷാരുടെ മുഖം ആകെ വിങ്ങി പൊട്ടിയിരിക്കാട്ടോ. രൂപ ചോദിക്കണ്ടല്ല, രാഹുൽ മരിച്ചെന്ന് പറഞ്ഞപ്പോ നിന്റെ മുഖത്തൊരു വിഷമം ഉണ്ടല്ലോ ഷാരി എന്ന് പറയുമ്പോ, വിഷമോ? എനിക്ക് വിഷമമൊന്നും ഇല്ല രൂപേ, ഞാൻ ചെയ്യേണ്ട കാര്യം കാട്ടുമൃഗങ്ങൾ ചെയ്തു, അത്രയും ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെ അത് പറയുമ്പോൾ നിന്റെ മുഖത്തൊരു വിഷമമുള്ള പോലെ തോന്നുന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല, അയാൾക്ക് അങ്ങനെ തന്നെയല്ലേ വരേണ്ടത്. അതെ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സരിയു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സരിയു എന്നിട്ട്, അയ്യോ എന്താ പറ്റിയത്? എന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞല്ലോ, എന്തു പറ്റി? എന്താ എന്റെയും ചോദിക്കുമ്പോഴേക്കും ചന്ദ്രസേന പറയണ്ട, അതെ ഇവിടെ ഒരു മരണം നടന്നു, നിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറയാണ്. അച്ഛനോ? അതെ, നിന്റെ അച്ഛൻ
എന്റെ അച്ഛനെ കാട്ടുമൃഗങ്ങൾ കാട്ടിലേക്ക് പോയി ഒളിച്ചു നിൽക്കാൻ വല്ലതും പോയതായിരിക്കും. കല്യാണിനെ കുത്തിയിട്ടേ പേടിച്ചിട്ട് കാട്ടുമൃഗങ്ങളെല്ലാം കൂടി പിച്ച് ചീന്തി കടിച്ചു തിന്നു എന്നാ കേട്ടത്. അപ്പൊ ഇപ്പൊ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസുകാര്. അത് പറയാൻ വേണ്ട നിന്നെ വിളിപ്പിച്ചത്. കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തായി കാര്യങ്ങളൊക്കെ പറഞ്ഞോ? അപ്പൊ സരിയു പറഞ്ഞിട്ട് കിരണോട്, എനിക്ക് വിഷമമൊന്നുമില്ല കിരണേ, അല്ലെങ്കിലും എന്റെ അച്ഛനായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിട്ടൊന്നും ഇല്ല അയാളെ, പിന്നെ ഞാനെന്തിനാ വിഷമിക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട് വിങ്ങി പൊട്ടിയിരിക്കുകയാണ് സരിയു. സരിയു പതുക്കെ ഷാരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഷാരി സരിയുടെ മുഖത്തേക്ക് നോക്കാണ്. അപ്പോഴേക്കും അവിടേക്ക് ഒരു ആംബുലൻസിൽ വെച്ച് കേൾക്കാണ്. രൂപ പറയുന്നുണ്ട്, ഇതെന്താ ആംബുലൻസിന്റെ ശബ്ദമല്ലേ അത്? ഷേ, അയാൾ ഡെഡ് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നോ? വല്ല പൊതു ശ്മശാനത്തിൽ എങ്ങനെ അടക്കിയാ പോരായിരുന്നോ? അതങ്ങനെ തന്നെ ചെയ്യാടോ, താൻ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കാണ്. അങ്ങനെ ആംബുലൻസ് ഡ്രൈവർ പുറത്തേക്ക് വരുമ്പോഴേക്കും രൂപ ചോദിക്കുന്നുണ്ട്, ഛേ, ഇയാളുടെ ഡെഡ് ബോഡി എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, ഇയാളുടെ ഇതൊക്കെ ഉണ്ടായിരുന്ന അഡ്രസ്സിൽ ഇതാണ് അഡ്രസ്സ് കിടക്കണായിരുന്നത്. അഡ്രസ്സ് കിടക്കണ വെച്ച് ഇങ്ങോട്ട് കൊണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു പോലത്തെ മരുമോളെ കൊല്ലാൻ നോക്കിയവനാ. അത് മാത്രമല്ല എന്റെ കുടുംബജീവിതം നശിപ്പിച്ചവനാ. അങ്ങനെ ഒരുപാട് പേരുടെ കുടുംബജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. അയാളെ പോലത്തെ ഒരാളൊന്നും ഇവിടെ എടുക്കാൻ പറ്റില്ല. വല്ല പൊതുശ്മശാനത്തിൽ കൊണ്ട് അടക്ക്. അപ്പോ ചന്ദ്രസേനൻ പണ്ട്, എടോ പൊതുശ്മശാനത്തിൽ കൊണ്ട് ചെയ്താൽ മതി. കർമ്മങ്ങളോ എന്താ ചെയ്തോ, ചടങ്ങുകളോ എന്താ ചെയ്തോ, അതിനുള്ള പൈസയൊക്കെ ഞാൻ തന്നോളാം, കേട്ടല്ലോ? ശരി സാറേ. സരിയു ഷാരി എന്തൊക്കെ പറയാലോ, നിങ്ങളുടെ അച്ഛനും ഭർത്താവാണ്, നിങ്ങളും കൂടി പൊയ്ക്കോ എന്ന് പറയാണ്. അയ്യോ, ഞങ്ങക്ക് പോണോന്നില്ല എന്ന് ഷാരി വരുമ്പോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എന്ന് രൂപ പറയാണ്. ദേ ആ വണ്ടിയിൽ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ ആംബുലൻസ് പോകുവാണ്. തൊട്ടു പിന്നാലെ വണ്ടിയിൽ സരിയും ഷാരിയും കൂടി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിക്കെങ്കിൽ സരിയും ഷാരിയും വിങ്ങി പൊട്ടി ഇങ്ങനെ ഇരിക്കാട്ടോ. പിന്നീടാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും പിന്നെ കാണിക്കുന്നത് ചടങ്ങൊക്കെ കഴിഞ്ഞ് ഷാരിയും സരിയും തിരിച്ച് ആ വണ്ടിയിലേക്ക് വരുന്നുണ്ട്. വിങ്ങി പൊട്ടിയിരിക്കുക രണ്ടുപേരും. സരിയു ഡ്രൈവറോട് പറഞ്ഞിട്ട്, ഡ്രൈവറേട്ടാ ഒന്ന് വണ്ടി നിർത്താവോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് വല്ലാത്ത പരവേശം. ഞാൻ മേടിച്ചിട്ട് വരാം മാഡം എന്ന് പറഞ്ഞിട്ട് ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സരിയു പൊട്ടിക്കരയാട്ടോ. അപ്പോ ഷാരി ഇങ്ങനെ പറഞ്ഞു, മോൾക്ക് വിഷമമുണ്ടല്ലേ? എനിക്ക് വിഷമില്ലാതിരിക്കോ? ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു, എനിക്ക് വിഷമമുണ്ട് മോളെ. വിഷമിച്ചങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലേ? വേറെ എവിടെയും പോവാൻ എനിക്കില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വിഷമം പിടിച്ചു നിർത്തിയത്. എന്റെ അച്ഛനെ കൊന്നതായിരിക്കും അമ്മ, ഉറപ്പായിട്ടും കൊന്നതായിരിക്കും. ഡ്രൈവറിന് മുമ്പിൽ കരയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു. ഡ്രൈവറും അവിടെ ആൾക്കാരൊക്കെ കിരണിന്റെയും ചന്ദ്രസേനന്റെ ഒക്കെ ആൾക്കാരാണ് അങ്കിളുടെ. നമ്മളെങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ അവര് പറയില്ലേ, അച്ഛന്റെ അത് ബോഡി ചിതയിലേക്ക് വെക്കുമ്പോ എന്റെ മനസ്സ് പെടയുമായിരുന്നു, കരയാതെ ഞാൻ പിടിച്ചു നിൽക്കുമായിരുന്നു. അച്ഛനാ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടതായിരിക്കും കൊന്നതിന് ശേഷം കിരണും കൂട്ടാളികളും, അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ടിട്ട് മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയണ്ട, എന്നാലും ഈ അവസ്ഥ വന്നല്ലോ മോളെ നിന്റെ അച്ഛനാ എന്നൊക്കെ പറയാണ്. സരിയു പൊട്ടിക്കരയുന്നുണ്ട്. എനിക്ക് വേണ്ട അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നെയും കിരണിനെ ഒന്നിപ്പിക്കാൻ വേണ്ട കല്യാണിനെ കുത്തിയത് എന്ന് പറയുമ്പോഴേക്കും ഷാരി ഞെട്ടിപ്പോവാണ്. മോളെ നീ എന്തൊക്കെയാ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞ സത്യമാണ്. അമ്മ യഥാർത്ഥം പോയി പറയല്ലേ. എന്തായാലും എന്റെ അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിക്കും. കിരണും ഞാനും ഒന്നാവും, കല്യാണിനെ ഇല്ലാതാക്കും. ഇത് സരിയുവാ പറയണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ആ ഡ്രൈവർ ജ്യൂസ് ആയിട്ട് അവിടേക്ക് വരുവാണ്. മാഡം എന്ന് പറഞ്ഞിട്ട് ഒരു ജ്യൂസ് ഷാരിക്കും ഒരു ജ്യൂസ് സാരിയും കുടിച്ചുകൊണ്ടിരിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രൂപേനെയാണ്. രൂപയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം താരക്ക് മെസ്സേജ് ആയിട്ട് അയക്കുന്നുണ്ട്. താര ഫോൺ എടുക്കുമ്പോഴേക്കും ഒരു മെസ്സേജ് വന്നിരിക്കുകയാണ്. താര അത് പ്ലേ ചെയ്ത് കേൾക്കുമ്പോൾ രൂപയാട്ടോ, താരെ നിന്റെ പൊതുശത്രു ഉണ്ടല്ലോ, നിന്റെ ജീവിതം പിച്ചു ചീന്തിയവൻ രാഹുൽ, അവൻ മരിച്ചു എന്ന് പറയാണ്. കാട്ടുമൃഗങ്ങൾ അവനെ പിച്ചു ചീന്തി തിന്നു എന്ന് രൂപ ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് കേട്ട് താരക്ക് പോലും ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെയാണ്. പിന്നെ ഒരു ഭാഗം കൂടി കാണിച്ചായിരുന്നു. ലാസ്റ്റ് കാണിച്ചത് കല്യാണി ICUല് കിടക്കാണ്. അപ്പൊ കല്യാണിന്റെ മനസ്സിൽ ഈ രാഹുൽ കുത്തിയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗം കൂടി കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ.